ഇമാം സഖാവി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ നൂറ്റാണ്ടിനു ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഇആനത്തു ത്വാലിബീൻ 3-ാം വാള്യം 365-66. ഇമാം സഖാവി പറയുന്ന ഇആനത്തു ത്വാലിബീനിലെ ആ ഇബാറത്ത് ഒന്ന് വായിച്ച് അർത്ഥം വെച്ചാൽ ഉപകാരമായിരുന്നു. ഇങ്ങനെ ചോദിക്കുന്ന എത്ര ഉഷാറിയോ. എല്ലാവരുടെ ചോദ്യം ഈ കോലത്തിൽ ആവുകയാണെങ്കിൽ ഇത് വളരെ മാന്യമായി നമുക്കിത് കൊണ്ടുപോകാമായിരുന്നു. ഇതാണ് ഇആനത്തു ത്വാലിബീൻ. ഇതാണ് ഇപ്പോഴാണ് കാര്യം പറഞ്ഞത്. അത് അൽഹംദുലില്ലാഹ്. അപ്പൊ നാട്ടിലേക്ക് മനസ്സിലായി മുതൽ ഇപ്പോഴേ കാര്യം ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ശരി, ഇതാണ് ആ പറഞ്ഞ ഇആനത്തു ത്വാലിബീൻ. ഈ ഇആനത്തു ത്വാലിബീനിൽ എന്ത് ചെയ്യുന്നു? മൗലിദുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുന്നുണ്ട്. അതില് വ്യത്യസ്തങ്ങളായ പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഭാഗം എടുത്തു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്ക്. ഇതില് 364-ാമത്തെ പേജ്. കാല സഖാവി. നേരത്തെ ചോദിച്ചപ്പോ മറ്റേ ചോദിപ്പാക്കി, ഞാൻ അയാൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചോദിപ്പാക്കി. എന്താ അങ്ങനെ അയാൾ കേട്ടോട്ടെ, നിങ്ങൾ എന്താ വേചാറാകണ്ടേ? ഇത് ഇങ്ങനെ ഒത്തു വന്നതാപ്പത്. കാല സഖാവി. ഇതാ ശരി, സഖാഫി അല്ല സഖാവി. കാല സഖാവി. സഖാവി പറഞ്ഞിരിക്കുന്നു, ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും മൗലിദി എന്ന അമല് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടുകൾക്കു ശേഷം പുതുതായി ഉണ്ടായതാകുന്നു. ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം അല്ലെങ്കിൽ 3 തലമുറകൾക്ക് ശേഷം പുതുതായി ഉണ്ടായതാകുന്നു എന്ന് സഖാവി പറഞ്ഞിരിക്കുന്നു. അതാണ് അതിലുള്ളത്. ബാക്കി വയ്ക്കണോ? ചോദ്യകർത്താവ് ഞാനെന്ന് നമുക്ക് പറയാണ്. ഇമാം സഖാവി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഈ സഖാവിയുടെ കൗലും കൂടെ ഒന്ന് ഉദ്ധരിക്കാം. ഇടക്ക് പറണ്ട് അതും വായിക്കണോ? നിങ്ങൾ ചോദിച്ചല്ലേ വായിക്കണ്ടേ? നിങ്ങൾ ചോദിച്ചെന്താ അതിന് പറഞ്ഞ ഭാഗം വായിക്കുന്നല്ലേ? സഖാവി മൗലിദിന്റെ ആളാണ്, അതിലായിരിക്കും തർക്കമുള്ളത്. സഖാവി മൗലിദിന്റെ ആളാണ്, ഇആനത്തു ത്വാലിബീൻ മൗലിദിന്റെ ആളാണ്. അത് തർക്കമല്ലല്ലോ. അത് ശരി, നിങ്ങളെ കിതാബ് അത് അതിൽ നിങ്ങൾ തന്നെ എഴുതിക്കൊള്ളൂ. ഇത് നിങ്ങളെ കിതാബല്ലേ? ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനം ചങ്ങായിമാരത്. ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനല്ലേ? അതിലുണ്ടാവുള്ളൂ, ഉറപ്പല്ലേ? അത് ശരി, അതാ പറഞ്ഞ വിഷയം. സഖാവി മൗലിദ് അർത്ഥം പറഞ്ഞാളാ, തർക്കം തന്നെ ഇല്ല. കിതാബോ അത് തരില്ല, നിങ്ങളെ വിശ്വാസമില്ല. അപ്പൊ യഥാർത്ഥത്തില് സഖാവി മൗലിദിന്റെ ആളാണ്, അത് പ്രശ്നമല്ല. അത് ശരി, അതിപ്പോ എല്ലാരും പറഞ്ഞതല്ലേ. ഇവിടെ എന്താ പറഞ്ഞത്? ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും മൗലിദി എന്ന അമല് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായി വന്നതാണ് എന്നിട്ട് പറയാം. ഇനി ബാക്കി വായിച്ചാ വേണ്ട, ബാക്കി വായിച്ചാ എന്താ ബാക്കിയുള്ളത്? സുമ്മ ലാ സാല അഹ്ലുൽ ഇസ്ലാമി, പിന്നീട് ഇസ്ലാമിന്റെ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. മിൻ സാഇൽ അഖ്താരി വൽ മുദ്നിൽ കിബാരി യഅമലൂനൽ മൗലിദ, വലിയ വലിയ പട്ടണങ്ങളിൽ മൗലിദ് എന്ന അമല് പിന്നീട് മുസ്ലിമീങ്ങൾ ചെയ്തു വരുന്നുണ്ട് എന്ന് ഇതിനു ശേഷം ബഅദൽ ഖുറൂനി സലാസ, 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. അതിനുശേഷം വരുന്നുണ്ട് ഇസ്ലാമിക ലോകത്ത് ചെയ്യുന്നുണ്ട്. എന്നിട്ടോ വയതസദ്ദഖൂന, അവർ സദഖ ചെയ്യുന്നുണ്ട്. ഫീ ലയാലിഹി, അതേ രാത്രികളിൽ, ബി അൻവാഇ സദഖാതി, വ്യത്യസ്തങ്ങളായ സദഖകൾ. വയഅ്തനൂന ബിഖിറാഅത്തി മൗലിദിൽ കരീമി, മഹത്തായ മൗലിദ് പാരായണത്തിന് അവർ ശ്രദ്ധിക്കുന്നുണ്ട്. വയൽഹറഹി മിൻ ബറകാതിഹി, ആ ബറകത്ത് അവർക്ക് കാണുന്നുമുണ്ട്. കുല്ല ഫളിൻ അമീം. വഖാല ഇബ്നുൽ ജൗസി പറഞ്ഞിരിക്കുന്നു, മിൻ ഖവാസിഹി അന്നഹു അമാനുൻ ഫീ ദാലികൽ ആമി, ആ കൊല്ലത്തിൽ അത് സുരക്ഷയാണ്. വബുഷ്റ ആജില ബിനൈദിൽ ബുഗ്യത്തി വൽ മറാം, എന്നിട്ട് പറഞ്ഞത് വഅവ്വലു മൻ അഹ്ദസഹു, നേട്ടമുണ്ട് ബറകത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പറയാ വഅവ്വലു മൻ അഹ്ദസഹു, ഇത് ആദ്യമായി ഉണ്ടാക്കിയത് മിനൽ മുലൂക്കി, രാജാക്കന്മാരിൽ നിന്ന് അൽ മലിക്കുൽ മുദഫർ അബൂ സഈദ് സാഹിബ് ഇർബൽ രാജാവായ മുദഫർ രാജാവാണ് ആദ്യമായി ഉണ്ടാക്കിയത്. വഅല്ലഫ ലഹു ഹാഫിദ് ഇബ്നു ദഹിയ അദ്ദേഹത്തിന് വേണ്ടി രചിച്ചു കൊടുത്തിട്ടുണ്ട് തഅലീഫൻ സമ്മാഹു അത്തൻവീർ ഫീ മൗലിദിൽ ബശീർ നദീർ എന്നൽ മൗലിദ് ഫഅജാസൽ മലിക്കുൽ മുദഫർ ബി 1000 ദിനാർ, മുദഫർ രാജാവ് 1000 ദിനാർ അന്ന് കൈമടക്കം കൊടുത്തിട്ടുണ്ട്. അന്ന് മൗലിദ് 1000 ദിനാർ കൊടുത്തിട്ടുണ്ട്, ഇപ്പൊ കിട്ടുന്നില്ലെങ്കിലും. അപ്പൊ ഏതായാലും ശരി, ഇവിടെ എന്താ ഉള്ളത്?
ഈ കിതാബ് മൗലിദ് ഓതാൻ പ്രോത്സാഹിപ്പിച്ച കിതാബാണ്, ഒരു സംശയവുമില്ല. ഇത് ഫത്ഹുൽ മുഈനിന്റെ വ്യാഖ്യാനമാണ്. പക്ഷെ അതിലും ഈ യാഥാർത്ഥ്യം പറഞ്ഞു. അതെ, അല്ലാഹു അക്ബർ, മൂന്നാമത്തെ തക്ബീർ, അല്ലാഹു അക്ബർ, ഈ നാലാമത്തും ചൊല്ലിയാൽ നമുക്ക് സലാം വീട്ടാം. അപ്പൊ ഏതായിരുന്നാലും ശരി, ഈ പറഞ്ഞ അദ്ദേഹം തന്നെയും പറഞ്ഞു മൗലിദ് ഓതിയ ബർക്കത്തുണ്ട് എന്നും മൗലിദ് ഓതിയ വലിയ പുണ്യമുണ്ട് എന്നും അത് ചെയ്യേണ്ടതാണ് എന്നും ഒക്കെ പറഞ്ഞ അതേ കിതാബിൽ തന്നെ എന്ത് പറഞ്ഞു? അന്ന അമലുൽ മൗലിദി, തീർച്ചയായും മൗലിദിന്റെ ഈ ഏർപ്പാട് ഹദസ ബഅദൽ ഖുറൂനി സലാസതി, ഉത്തമമായ 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായതാണ് എന്ന് പറഞ്ഞു. എന്നാ അപ്പുറത്ത് വേറെ വൈരുദ്ധ്യം പറയുന്നുണ്ട്. എന്ത്? ഹസൻ ബസ്രി പറഞ്ഞത് തൊട്ടടുത്ത പേജിലുണ്ട്. അത് വൈരുദ്ധ്യമാണ് താനും. അപ്പൊ അത് മാത്രമല്ല എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇത് അംഗീകരിച്ചവരൊക്കെ ശരി. ഇനി ബാക്കി ഇനി ഈ മുളഫർ രാജാവാണ് തുടങ്ങിയത് എന്നത് സഹാവിയുടെ ഖൗലിലെ ഏത് ലഫ്ളിന്റെ അർത്ഥമാണ്? وأول من أحدثه من الملوك الملك ഇബ്നുൽ ജൗസിയാണ് പറഞ്ഞത്, സഖാവിയല്ല. وأول من അല്ല, അത് ഇബ്നുൽ ജൗസിയ പറഞ്ഞത്, സഖാവിയല്ല. ഇതിന് വന്ന പരാമർശമാണ് വായിച്ചത്. وأول من أحدثه من الملوك وأول من أحدثه من الملوك. അത് ഇബ്നുൽ ജൗസി ആണെന്നില്ല. അതിന് ആര് പറഞ്ഞാലും സത്യം സത്യമാണല്ലോ. എന്താ ഉള്ളത്? എന്താണ് ഉള്ളത്? ഇത് ആര് പറഞ്ഞു? ഇബ്നുൽ ജൗസി പറഞ്ഞേക്കാം. സുഹൃത്ത്, എങ്ങനെ ഇബ്നുൽ ജൗസി പറയാ? മുദഫറിന്റെ മുമ്പ് ജീവിച്ച ആളാ ഇബ്നുൽ ജൗസി. മുദഫറിന്റെ മുമ്പ് ജീവിച്ച ഇബ്നുൽ ജൗസി പറയോ? നേരെ മറിച്ച് ഇയാനത്തിന്റെ വാചകമായിരിക്കാം, അല്ലെങ്കിൽ സഹാബിന്റെ വാചകമായിരിക്കാം. ആര് പറഞ്ഞാലും ശരി, ഇവിടെ ആര് പറഞ്ഞു എന്താ പറഞ്ഞത്? വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി അൽ മലിക്കുൽ മുദഫർ സാഹിബു ഇർബൽ. അതുണ്ടോ ഇല്ലേ? അപ്പം ഉലമക്ക് ആകെ ഇളകി, ഒന്നാകെ ഇളകിപ്പോ. വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി, ഇത് ആദ്യമായി ഉണ്ടാക്കിയ രാജാക്കന്മാരിൽപ്പെട്ട രാജാവ് അൽ മലിക്കുൽ മുദഫർ സാഹിബു ഇർബൽ. ഇർബലിന്റെ ഭരണാധികാരിയായ മുദഫർ രാജാവാണ് ആദ്യമായി ഉണ്ടാക്കിയത്. ഉത്തമ നൂറ്റാണ്ടുകളിൽ ഇല്ല. ഏതാ ഉത്തമ തലമുറകള്? ഏതാ ഉത്തമ നൂറ്റാണ്ടുകള്? ഖൈറുൻ നാസി ഖർനി സുമ്മ അല്ലദീന യലൂനഹും സുമ്മ അല്ലദീന യലൂനഹും. ഏറ്റവും ഖൈറായ തലമുറ എന്റെ തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ്, പിന്നെ അതിനടുത്ത തലമുറയാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുതുതായി ഉണ്ടാക്കിയ ആള് രാജാവാകുന്നു. നബി തങ്ങൾ പറയാം, മൻ അഹ്ദസ, ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ തള്ളപ്പെടേണ്ടതാണ്. ഇതിന് പറയാം പുതുതായി ഉണ്ടാക്കിയതാകുന്നു. എത്ര വ്യക്തമാണ്? മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഈ മതത്തിൽ ഇല്ലാത്ത ഒന്ന് ആരെങ്കിലും പുതുതായി ഉണ്ടാക്കിയാൽ തള്ളണം. അതേ പ്രയോഗം വഅവ്വലു മൻ അഹ്ദസ, ആദ്യമായി പുതുതായി ഉണ്ടാക്കിയ ആൾ മലിക് മുദഫറാണ്. അതുണ്ടോ ഇല്ലേ? അതല്ലേ വിഷയമുള്ളൂ. ശരി, ബാക്കി പറഞ്ഞു. വിഷയം അതല്ല. ഫൈസൽ മൗലവി, നിങ്ങൾ നീട്ടി പ്രസംഗിക്കുന്നത് കൊണ്ട് എന്തൊക്കെ പറയാണ്. പ്ലീസ് എന്ത് ചെയ്യാം? എന്റെ ചോദ്യം എന്താ അറിയോ? ഈ ലഘുലേഖ പിടിച്ചിട്ടാണ് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് ഇസ്മായിലിനെ അടുത്തിരുത്തി ഞാൻ ചോദിക്കുന്നത്. എന്താന്ന് വെച്ചാല് എനിക്ക് ഒരുപാട് ചോദിക്കാനുണ്ട്. ഈ ലഘുലേഖയിൽ സഖാവി പറയുന്നു എന്ത്? ആദ്യമായി തുടങ്ങിയത് മുളഫർ രാജാവാണെന്ന്. സഖാവിയുടെ ഇബാറത്ത് നിങ്ങൾ വായിച്ച ഇബാറത്തിൽ അങ്ങനെ ഉണ്ടോ ഇല്ല പറഞ്ഞാൽ മതി. ലഘുലേഖ നിങ്ങളായിക്കോലെ ഇറക്കിയത്, കാരണം നിങ്ങൾ നല്ല വിവരമുള്ള ആളാണ്. വിവരമില്ലാത്ത ആളാണ്. അങ്ങനെ സഖാവി വായിച്ച ഇബാറത്തിൽ അങ്ങനെ ഉണ്ടോ? ഈ കിതാബാണ് കൊടുത്തത്. അല്ല, അവിടെ കൊടുത്ത സഖാവിയുടെ ഇയാനത്ത് ഉണ്ടോ? സഖാവി പറഞ്ഞതുണ്ടോ? അവിടെ കൊടുത്തെന്താ? സഖാവി എന്താ? അവിടെ ഒരു മിനിറ്റ്, ആയിക്കോട്ടെ, ശരി ശരി. അവിടെ സഖാവി പറഞ്ഞതുണ്ടോ? ഇല്ലല്ലോ. അത് ഫുള്ള് സഖാവി പറഞ്ഞിട്ടുണ്ടോ? ഇമാം സഖാവി പറയുന്നു, നിശ്ചയം ഈ മൗലിദ് കഴിക്കുന്ന സമ്പ്രദായം ഹിജ്റ 3 നൂറ്റാണ്ടിന് ശേഷം പുതുതായി ഉണ്ടായതാണ്. രാജാക്കന്മാരിൽ നിന്ന് ആദ്യമായി മൗലിദ് സമ്പ്രദായം പുതുതായി ഉണ്ടാക്കിയത് അബൂ സഈദ് എന്നറിയപ്പെടുന്ന മുളഫർ രാജാവാണ്. ഇൻവേറ്റർ കോമ ഇതിൽ ഇയാനത്തുൽ താലിബീൻ 3:365 ആ പേജാണിത്. സഖാവി പറഞ്ഞോ? അതെ, സഖാവി പറഞ്ഞോ? സഖാവി പലതും കൊടുത്തു, പലതും കൊടുത്തു. അതിലുള്ളത് സഖാവി പലതും കൊടുത്തു, ഇയാനത്തിന് പലതും കൊടുത്തു. രണ്ടും ഈ കിതാബാണ്. അല്ല ഫൈസൽ മൗലവി, നിങ്ങൾക്ക് ഭാഷ അറിയാത്തത് കൊണ്ടാ ഒരാളെ കൗല് കൊടുത്തിട്ട് ഇൻവേർട്ടർ കോമ കൊടുത്തിട്ട് ഒരാള് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഇൻവേർട്ടർ കോമന്റെ ക്ലോസ് എവിടെ വരുന്നത്? ക്ലോസും ഓപ്പൺ ഒക്കെ ആയിക്കോട്ടെ. ഇവിടെ യഥാർത്ഥത്തില് അങ്ങനല്ലേ? അങ്ങനെ തന്നെ നിങ്ങൾ പറഞ്ഞ അതേമാതിരി തന്നെ. ശരി, ഇയാൻ തോലബീൻ 3-ാം വാള്യം 364, 365. അതിൽ ആ ഭാഗം ഉണ്ടോ ഇല്ലേ? ഇനി സഖാവി പറഞ്ഞോ? സഖാവി പറഞ്ഞില്ലേ? സഖാവി പറഞ്ഞാലും വേണ്ടില്ല, പൈസ പറഞ്ഞാലും വേണ്ടില്ല. സംഗതി ഉണ്ടോ നോക്കിയാ പോലെ? സംഗതി ഉണ്ടോ നോക്കിയാ പോലെ? എന്താ ഉള്ളത്? വഅവ്വലു മൻ അഹ്ദസഹു മിനൽ മുലൂകി. അതാ പേജിൽ ഇല്ലെങ്കിൽ പറയും, ആ പേജിൽ ഇല്ലെങ്കിൽ പറയും.
അവിടെ കൊടുത്ത കിതാബും അവിടെ കൊടുത്ത വാള്യവും അവിടെ കൊടുത്ത പേജും അതില്ലേ? ഞങ്ങൾ പറഞ്ഞോളി. നമ്മൾ സമ്മതിച്ചു. അതല്ല വിഷയം, അതല്ല വിഷയം, അതല്ല വിഷയം. സഖാവിയുടെ കൗലി എന്ന് പറഞ്ഞിട്ട് ഇൻവേറ്റർ കോമ ഇട്ട് കൊടുക്കുകയാണ് ഈ വിഷയം. ഇൻവേറ്റർ കോമ ഇട്ട് കൊടുത്താൽ അതിന്റെ അവസാനം ക്ലോസ് വരുന്നത് വരെ ആരുടെ കൗലാണോ അയാളെ തന്നെ ഉദ്ധരിക്കണം. സഖാവി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇയാലത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. സഖാവി പറഞ്ഞു എന്ന് പറഞ്ഞ് ഇയാലത്തിന്റെ പേരിൽ ഈ ആള് ഇതിറക്കിയ ആള് ഫൈസൽ മൗലവി എന്നാ പറയൂല, കാരണം കുറച്ച് അന്തള്ളിലുണ്ട്. അതുകൊണ്ട് ഇത് ഇറക്കിയ ആള് പച്ചക്കളവാണ് പറഞ്ഞത്, പച്ചക്കളവാണ്. ശരി, ഇനി നമ്മൾ ചെയ്യാവുന്ന പണി ആ ഇൻവെർട്ടർ കോമ ലേശം അപ്പുറത്ത് നിൽക്കാൻ മതിയല്ലോ. പ്രശ്നം തീർന്നില്ലേ? അത്രേ ഉള്ളൂ. ആയിക്കോട്ടെ, അല്ലാഹു അക്ബർ. അപ്പൊ ഇൻവെർട്ടർ കോമ അപ്പുറത്ത് രണ്ട് ഇപ്പുറത്തായി പോയി, അതിനെ കുഴപ്പമുള്ളൂ. അപ്പുറത്ത് രണ്ട് ഇൻവെർട്ടർ കോമ ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ സംഗതി ഉണ്ടല്ലോ. എന്തേ ഉള്ളൂ? ഒരു ഇൻവെർട്ടർ കോമ അപ്പുറത്ത് രണ്ടതായിരുന്നു. അത് ശരിയാണ്, അതിൽ വന്നൊരു അബദ്ധം തന്നെയാണ്. എന്താ ഉള്ളത്? അതിലെന്താ? ഇന്ന അമദൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസതി. ഇമാം സഖാവി പറയുന്നു മൗലിദ് എന്ന ഏർപ്പാട് 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. അവിടെ ഇൻവെർട്ടർ കോമ അവസാനിപ്പിക്കേണ്ടിയിരുന്നു. ശരിയാണ്. ആ ഇൻവെർട്ടർ കോമ അവിടെ ഇടുന്നതിന് പകരം കുറച്ചപ്പുറത്ത് നീങ്ങി. പ്രസ് ചെയ്യാൻ വെച്ചായിരിക്കാം, പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിരിക്കാം, അച്ചടിച്ച വെച്ചായിരിക്കാം. എന്തേ ഉള്ളൂ? വിഷയം അതിലുണ്ട്. ഇൻവെർട്ടർ കോമ ഇട്ടത് ശരിയായിരുന്നുള്ളൂ. ഇതല്ലേ കുഴപ്പമുള്ളൂ. ഇൻവെർട്ടർ കോമ അവിടെ വേണ്ടത് കുറച്ച് ഇപ്പുറത്തിട്ടാ പ്രശ്നം തീർന്നു. അപ്പൊ കിതാബിലുണ്ട്. മൂന്നാം വാള്യത്തിൽ തന്നെയുണ്ട്. 364, 365 പേജുകളിൽ തന്നെയുമുണ്ട്. അപ്പൊ കിതാബ് പേച്ചിട്ടില്ല, വാള്യം പേച്ചിട്ടില്ല, പേജ് പേച്ചിട്ടില്ല. പിന്നെ എന്താ പേച്ചത്? ലേശം ഇപ്പുറത്ത് വരേണ്ട ഒരു പുള്ളി കുറച്ച് അപ്പുറത്തേക്ക് കയറി. പുള്ളിക്കാരൻ അങ്ങനെയാണല്ലോ. അപ്പൊ ഏതായാലും ശരി, നമ്മളെ വിഷയം എന്താ? ഈ കിതാബിൽ പറയുന്നു, എന്ത് പറയുന്നു? ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ. അതിൽപ്പെട്ട ഒരു യാഥാർത്ഥ്യം, അത് ഇത് മുഴുവനാക്കട്ടെ, നാട്ടിലേക്ക് മനസ്സിലാകുക. നിങ്ങൾക്ക് മനസ്സിലായി, ശരിയാണ്. എന്നെ മനസ്സിലാക്കണോ? അപ്പൊ ഏതായിരുന്നാലും നല്ലതാണ്. എനിക്ക് ആവേശം നല്ലതൊക്കെ, കാരണം ഫുട്ബോളിൽ പോകണ ഇതിനും വന്നുകൊണ്ട് ഉണ്ടാവും. അത് നിർത്തില്ല. ദീ പഠിക്കാൻ വേണ്ട ഈ മനുഷ്യർക്ക് ദീ പഠിക്കാൻ വന്നാ ഒരു പ്രശ്നമില്ലല്ലോ. നിങ്ങൾ പിന്നെ നിങ്ങൾ സാധാരണ തക്ബീർ തൊഴിലാളികൾ പോലുണ്ട്, നമ്മൾ അതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. നിങ്ങൾ അങ്ങനെ ചെയ്യും വേണം, അപ്പോഴേ നിങ്ങൾ ആവുള്ളൂ. അവിടെ ഇടയ്ക്ക് തക്ബീർ ചൊല്ലിക്കോളി, നല്ലതാണ്. അപ്പൊ ഏതായിരുന്നാലും ഈ കിതാബിൽ അടക്കം പറഞ്ഞത് എന്താ? ഈ കിതാബിലടക്കം പറഞ്ഞതാണ് ഇന്ന അമലൽ മൗലിദി ഖാല സഖാവി. സഖാവി പറഞ്ഞിരിക്കുന്നു ഇന്ന അമലൽ മൗലിദി, തീർച്ചയായും അമലുൽ മൗലിദ്, മൗലിദിന്റെ ഏർപ്പാട് അതെന്താണ്? ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഹദസ ബഅദൽ ഖുറൂനി സലാസ, 3 തലമുറകൾക്ക് ശേഷം അല്ലെങ്കിൽ 3 നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായി വന്നതാകുന്നു എന്ന് സഖാവി പറഞ്ഞിരിക്കുന്നു. അതുണ്ടല്ലോ. മതി, അൽഹംദുലില്ലാ, ഉണ്ടായാ മതി. അപ്പൊ 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഈ ഏർപ്പാടുണ്ടായത് എന്ന് സഖാവി പറഞ്ഞിട്ടുണ്ട്. അതാണ് താഴ്വയും പറഞ്ഞത്. എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. നോക്കി മുസ്ലിം നോക്കി. താഴ്വ പറഞ്ഞെന്താ? താഴ്വ പറയാ മൗലിദ് കഴിക്കാൻ പറഞ്ഞ താഴ്വ. മൗലിദ് കഴിക്കണമെന്നും ഇത് കേക്കി. സഖാവിന്റെ പേര് ഞങ്ങൾ മാത്രമല്ല, മുസ്ലിം കേക്കി. സഖാവിന്റെ പേര് ഞങ്ങൾ മാത്രമല്ല പറഞ്ഞത്. സഖാവിന്റെ പേര് നിങ്ങളെ മുസ്ലിയാക്കന്മാർ വിളിച്ചത് എന്താ ചെയ്യോ? മൗലിദ് കഴിക്കണമെന്ന് പറഞ്ഞ ആളാ. മൗലിദ് കഴിക്കണമെന്നും അതുകൊണ്ട് ഖൈറുണ്ട് എന്നും മുസീബത്ത് ഒഴിവാകുമെന്നും ഒക്കെ പറഞ്ഞ താഴ്വ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ. അയാൾ പറയാറുണ്ട് മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. ഇനി ആരുണ്ടാക്കിയതാ? പറയുന്നു മലിക്കുൽ മുദഫർ, ധീരനായ ഒരു രാജന, ഇർബൽ ഭരിച്ചവരാണ് വൻ ധർമ്മിഷ്ഠന. മൗലിദ് കഴിക്കാൻ ഏറ്റവും ഉത്സാഹമാ, മാസം റബീഉൽ അവ്വൽ എന്താഘോഷമാ. മൗലിദ് രചിക്കലായി രാജാവിനത് കണ്ടേറ്റവും സന്തോഷമായി, സമ്മാനമായി പൊന്നായിരം നൽകുന്നതായി എന്നുള്ളത് ഇബ്നു കസീർ താൻ പറയുന്നതായി. അപ്പൊ എന്തായി? അപ്പൊ അൽഹംദുലില്ലാഹ് ഇബ്നു കസീറിലുണ്ട്, അതേപോലെ ഇയാനത്തിലുമുണ്ട്, അതേപോലെ സുയൂത്തിന്റെ അൽഹാമിലി ഫത്താവയിലുമുണ്ട്, ഉസ്തുൽ മഖ്സദിലുമുണ്ട്, ഇബ്നു ഹൈതമിയും പറഞ്ഞിട്ടുണ്ട്, അസ്കലാനിയും അതിന് എതിരില്ല. അപ്പൊ എല്ലാരും ഒത്തൊരുമിച്ച് പറഞ്ഞത് മുദഫർ രാജാവ് ഉണ്ടാക്കിയതാണ്. അകൃത്യല്ലേ? ഇനിയിപ്പോ ആകെ എന്തേ ഉള്ളൂ? ആ ഇൻവെർട്ടർ കോമ അവിടെ ശരിയായില്ല. ശരി, അത് നമുക്ക് ഇനി കേൾക്കുമ്പോ പ്രസിഡന്റിനോട് പറയുന്നത് കുഞ്ഞൊക്കെ അതിന് വാസനിക്കും ആ പുള്ളിട്ട് വെച്ചിട്ടുണ്ട്, ആ പുള്ളി അവിടുന്ന് മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റണം എന്ന് സംഭവിച്ചു. ആ പുള്ളി അപ്പുറത്തുനിന്ന് മാറ്റി ഇപ്പുറത്തേക്ക് മാറ്റിയാൽ പ്രശ്നം അവസാനിക്കും. ഇനി ശരി, അടുത്ത ചോദിച്ചോട്ടെ. അടുത്ത മുസ്ലിയാർ ചോദിക്കട്ടെ. മുമ്പ് കുറെ നേരെ ചോദിക്കാൻ മുട്ടിക്കട്ടെ. ബാക്കിയുള്ള മുസ്ലിയാക്കന്മാർ ഇരിക്കി. എന്താണ് ബാക്കി മുസ്ലിയാക്കന്മാർ ഇരിക്കി? ശരി മുസ്ലിയാർ ചോദിക്കട്ടെ. പേര് പറയും. എന്റെ പേര് മുഹമ്മദ് ബഷീർ, നാട് കോട്ടക്കലാണ്. ഞാന് ഇവിടെ ഈ വലതു ഭാഗത്തുള്ള ഉസ്താദ്മാർ ഒന്ന് ഇരുന്നാല് വളരെ ഭംഗിയായിട്ട് നമുക്ക് നടത്താം. പ്രസംഗത്തില് കുറെ ഈ ഉസ്താദ്മാർ ഒന്ന് ഇരുന്നാൽ മതി. ആ കുട്ടി ചോദിക്കണ്ടേ?
ആ ഉസ്താദുമാർ ഇരുന്നാൽ മതി. ആ ബഹളം ഉണ്ടാക്കുന്ന 1, 2, 3, 4 ആളുകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ശാന്തമായി കേൾക്കുകയാണ്. ഈ വലതു ഭാഗത്തുള്ള ആളുകൾ, ഈ കിതാബെടുത്ത മുസ്ലിയാരടക്കം അവിടെ ഇരുന്നാൽ മതി. ഈ മുസ്ലിയാർ അതെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന മുസ്ലിയാർ അവിടെ ഇരിക്കും മുസ്ലിയാരെ. ആ മുസ്ലിം കൂടി ഇരിക്കുക. ആ മുസ്ലിം ഇരിക്കേ. അല്ലെ കുറച്ചാൽ മാറി തള്ളി സ്ഥലല്ലേ, കുറച്ചാൽ മാറി തള്ളി. മോനെ ചോദിക്കേ. ഞാൻ പ്രസംഗത്തില് മൗലിദിനെ അനുകൂലിച്ച് അല്ലെങ്കിൽ അമലുൽ മൗലിദ് എന്നുള്ളതിനെ അനുകൂലിച്ച് ഹാവിയിലും ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു അങ്ങനെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് എന്നത് ഞാൻ കേട്ടു. അതുപോലെ തന്നെ ചിലർ എതിർത്തതായി അഥവാ ഫാക്കിഹാനി ഇമാമിനെ പോലെ എതിർത്തതായി ഞാൻ കേട്ടു. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഫാക്കിഹാനി ഇമാമിനെ പോലെ എതിർത്തവരെ ശരിയാക്കിയിട്ട് അവർ പറഞ്ഞത് ശരിയല്ല എന്ന് അല്ല, അതിന് അസ്ലുണ്ട് എന്ന് സ്ഥിരപ്പെടുത്തുകയാണ് സുയൂത്തി ഇമാമും ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങളും ചെയ്യുന്നത്. അപ്പോ ഇനിയും അതിന് അസ്ലില്ല എന്ന് പറയുന്ന നിങ്ങളെയാണോ അസ്ലുണ്ട് എന്ന് പറഞ്ഞ് അതിനെ സ്ഥിരപ്പെടുത്തുന്ന ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെയും സുയൂത്തി ഇമാമിനെയുമാണോ ഞങ്ങൾ അംഗീകരിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ്. അല്ലാഹു അക്ബർ, നല്ല ചോദ്യം. ഇങ്ങനെ ചോദിക്കും മുസ്ലിം, ഇങ്ങനെ നേരത്തെ ചോദിക്കുകയാണെങ്കിൽ ഈ പ്രശ്നമില്ലല്ലോ. ശരി, 1-ാം നമ്പർ ചോദ്യം അങ്ങനെ ചോദിക്കേണ്ടത്. അപ്പൊ ഭാവിയുണ്ട് ഇൻഷാ അല്ലാഹ് മെച്ചപ്പെടും. അപ്പൊ ഇനി ഇതിൽ ആരെ സ്വീകരിക്കണം എന്നാണ്. ആരെ സ്വീകരിക്കണം? അസ്ലു ഉണ്ട് എന്ന് ഒരാൾ പറഞ്ഞോട് മാത്രം അസ്ലാവൂലല്ലോ. നേരത്തെ അസ്ലു ഉണ്ടെങ്കിൽ ആ അസ്ലു ഉണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ശരി നമ്മൾ സ്വീകരിക്കുകയും വേണം. അസ്ലു ഉണ്ടെങ്കിൽ പിന്നെ അസ്ലുണ്ട് ആരെ പറഞ്ഞു ചോദിക്കേണ്ട ആവശ്യമില്ല. സാധാരണ മൂലമായി ചോദിക്കുമല്ലോ, ഐഷബി വള്ളി പോയോ ഫാത്തിമ വള്ളി പോയോ, എന്റെ ആവശ്യമില്ല. കണ്ട അസ്ലുണ്ട്. അപ്പൊ അസ്ലുള്ളൊരു കാര്യം ഇനി മറ്റാൾ പറഞ്ഞോ ഇയാൾ പറഞ്ഞോ ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ അസ്ലുണ്ട് എന്ന് പറഞ്ഞവർ എന്താ അസ്ല പറഞ്ഞത്? താങ്കൾ പറഞ്ഞ അൽ മഖ്സദ് ഫി അമലിൽ മൗലിദി, മുസ്ലിം മഖ്സദ് ഫി അമലിൽ മൗലിദി എന്നതിൽ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞ അസ്ൽ എന്താ? അല്ലാഹുവിന്റെ റസൂല് തനിക്ക് വേണ്ടി അഖീഖത്ത് നടത്തു എന്നാണ് സുയൂത്തി റഹിമഹുല്ലാഹ് പറഞ്ഞത്. സുയൂത്തി പറഞ്ഞത്രേ ഉള്ളൂ. മുമ്പ് പറഞ്ഞ അത് അസ്കലാന്റെതാണ്. അത് അസ്കലാന്റെ മുസ്ലിയാരെ സുയൂത്തി ഇമാം അത്രേ പറഞ്ഞിട്ടുള്ളൂ. സുയൂത്തി ഇമാം അത്രേ പറഞ്ഞിട്ടുള്ളൂ. ആ സുയൂത്തി ഇമാമാണ് പറഞ്ഞത് ثم تبين لي تخريجه على اصل ثان എന്ന് പറഞ്ഞിട്ടാണ് സുയൂത്തി ഇമാം പറഞ്ഞത്. അത് അത്രേ ഉള്ളൂ. അപ്പൊ സുയൂത്തി ഇമാം പറഞ്ഞ അസ്ൽ എന്താണ്? അഖ അൻ നഫ്സിഹി, അല്ലാഹുവിന്റെ റസൂല് തനിക്ക് വേണ്ടി അഖീഖത്ത് അറുത്തു എന്ന് ഇമാം ബൈഹഖി ഉദ്ധരിച്ച ഒരു ഹദീസ്, അതാണ് അസ്ലായി പിടിച്ചത്. അല്ലാതെ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞിരിക്കുന്നു ഒരു ദിർഹം ചെലവഴിച്ചാൽ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന അസ്ല അല്ല പിടിച്ചത്. അവിടെ നിങ്ങൾ അസ്ല പോലെയുള്ളത്, നിങ്ങൾ അസ്ല അതാണല്ലോ. നബിദിനം ആഘോഷിക്കാൻ സലാഹുദ്ദീൻ മുസ്ലിയാരെ കേൾക്കി. അപ്പൊ ഈ സലാഹുദ്ദീൻ മുസ്ലിയാർ അടക്കമുള്ള മുസ്ലിയാക്കന്മാര് ഇതിന് പറഞ്ഞ അസ്ല എന്താ? ഒന്ന് സൂറത്ത് യൂനുസിലെ ആയത്ത്, സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്ത് അസ്ലായി പറയുന്നു. അത് പലരും പറഞ്ഞില്ല. സൂറത്ത് യൂനുസ് 58-ാമത്തെ ആയത്ത് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി വബിദാലിക ഫൽയഫ്റഹു എന്ന ആയത്താണ് അസ്ലി എന്ന് സുയൂത്തിയും പറഞ്ഞില്ല. അതേപോലെ സദീഖുൽ അക്ബർ പറഞ്ഞിട്ടുണ്ട്, മൻ അൻഫഖ ദിർഹമൻ അലാ ഖിറാഅത്തി മൗലിദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലിദ് ഓതാൻ വേണ്ടി ഒരു ദിർഹം ചെലവഴിച്ചാൽ എന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ് എന്ന് സദീഖുൽ അക്ബർ പറഞ്ഞിട്ടുണ്ട് എന്ന് അസ്ലും പറഞ്ഞില്ല. ഉമർ ഫാറൂഖ് പറഞ്ഞിട്ടുണ്ട് എന്ന് അസ്ലും പറഞ്ഞില്ല. 4 ഖലീഫമാരുടെ പേരും പറഞ്ഞില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടെങ്കിൽ അതല്ലേ അസ്ല്? ആ അസ്ലില്ല. പിന്നെ ഉള്ള അസ്ൽ എന്താ? നബി അടിസ്ഥാനമുണ്ട്, അസ്ലുണ്ട്, തെളിവുണ്ട് എന്ന് പറഞ്ഞവർ തന്നെയും പറഞ്ഞെന്താ? അല്ലാഹുവിന്റെ റസൂൽ തനിക്ക് വേണ്ടി അഖീഖത്ത് നടത്തിയിട്ടുണ്ട്. ആ ഹദീസ് ആവട്ടെ സ്വഹീഹല്ല, പോട്ടെ. ഈ സ്വഹീഹ് ആണെങ്കിൽ പോലും എന്താണുള്ളത്? സ്വഹീഹ് ആണെങ്കിൽ പോലും നബി തങ്ങൾ തനിക്ക് വേണ്ടി അഖീഖത്ത് നടത്തു. അതെന്താ തെളിവാകാം? ഈ മുസ്ലിയാക്കന്മാർക്ക് ഒഴുക്ക് വേണ്ടി അഖീഖത്ത് നടക്കാം. അത് തെളിവാവല്ല. എന്താ? നമുക്കെല്ലാവർക്കും നമുക്ക് വേണ്ടി അഖീഖത്ത് നടക്കാൻ തെളിവാകുമെന്നല്ലാതെ അതെങ്ങനെ നബിദിനം ആഘോഷിക്കാൻ തെളിവാകാം? അതുകൊണ്ട് അങ്ങനെ അസ്ൽ ഉണ്ട് എന്നൊരു കിതാബ് കണ്ടോളൂ മാത്രം അത് അസ്ലാവുകയില്ല. അതുകൊണ്ടാണ് ഇമാം ഫാഖിഹ് എന്ത് പറഞ്ഞത്? ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന, അല്ലാഹുവിന്റെ കിതാബിലോ നബിയുടെ സുന്നത്തിലോ ഒരു അസ്ലായി എനിക്കറിയില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദി മിൻ ഉലമാഇൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഉലമാക്കളിൽ ഒരാളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഏത് ഉലമാക്കള്? അല്ലദീന ഹുമുൽ ഖുദ്വത്തു ഫിദ്ദീൻ മുൻഗാമികളെ കാൽപാദങ്ങൾ പിൻപറ്റുന്ന മാതൃകാ യോഗ്യരായ ഉലമാക്കൾ ആരും ചെയ്തിട്ടില്ല. എന്നാൽ അത് ബിദ്അത്താകുന്നു എന്ന് മാത്രമല്ല, ചില ബാത്രീകളാണ് പുതുതായി ഉണ്ടാക്കിയത്. താല്പര്യക്കാരാണ് ഇതുണ്ടാക്കിയത്. ചില അക്കാലികള് ചില ശാപ്പാട്ട് വീരന്മാരാണ് ഇത് കൊണ്ടെടുക്കാൻ ശ്രമിക്കുന്നത് എന്ന് ആര് പറഞ്ഞു?
ആര് പറഞ്ഞു? അല്ലാമാ ഫാക്കിഹാനി. അല്ലാമാ ഫാക്കിഹാനി എന്താ പറഞ്ഞത്? വഅതനാബിഹൽ അക്കാലൂൻ, തീറ്റക്കുതിയന്മാർ, ശാപ്പാട്ട് വീരന്മാർ ഇത് കുറ്റിയറ്റ് പോകാതെ നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് ഈ കിതാബില്. അൽഹംദുലില്ലാ. അപ്പൊ അതുകൊണ്ട് ഇതിന് അസുരില്ലാന്നും കിട്ടി, 3 നൂറ്റാണ്ടിൽ ഇല്ല എന്ന് മനസ്സിലായി, സ്വഹാബിമാർ ചെയ്തിട്ടില്ലാന്നും കിട്ടി, തീറ്റക്കുതിയന്മാർ കൊണ്ടെടുക്കാൻ ഏർപ്പാടാണ് എന്നും കിട്ടി. അതോടൊപ്പം ഒരുപാട് വിഷയങ്ങൾ. ഇനി ഒറ്റ കാര്യം കൂടി പറയാം, ഒറ്റ കാര്യം, ഇത് കേൾക്കേണ്ടതാണ്. ഇത് നിങ്ങൾ കേൾക്കേണ്ടതാ, കേൾക്കാൻ കഴിയൂല. ഇത് കേൾക്കാൻ കഴിയും. ഇതെന്താറിയോ നിങ്ങളെ മുസ്ലിയാല് കൃത്രിമം കാട്ടി മാറ്റി എഴുതിയ കിതാബിൽ അസ്രി കോപ്പി നിങ്ങളെ മുസ്ലിയാൽ കൃത്രിമം കാണിച്ച കിതാബിൽ അസ്രി കോപ്പി. ഖുത്ബത്തുൻ നുബാത്തത്തുൽ മിസ്രിയ. ഈ കേസുന്നിൽ ഇപ്പോഴും ഇതിന്റെ അസ്ല് ഓതിക്കൊണ്ടിരിക്കുന്നു. എ പി സുന്നികൾ മാറ്റി, ഇങ്ങനെയാക്കി മാറ്റി. ഇതാണ് ഒറിജിനൽ. ഈ കെ പള്ളിക്ക് ഇപ്പോഴും ഈ അസ്ല്, എ പി പള്ളിക്ക് ഇത് മാറ്റി. ഇതാര് മാറ്റി? നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ. അപ്പൊ ഇതിന് പറയാ എന്ത്? ഇതിനെന്ത് പറയാ? ശരി, അൽഹംദുലില്ലാ. അവിടുന്ന് മനസ്സിലാവില്ല, ഇവിടെ മനസ്സിലാക്കിക്കൂടി. എന്താ പറഞ്ഞത്? ഇത്തരം മാസത്തിലാണ് കൂട്ടരെ അല്ലാഹു റസൂൽ വഫാത്തായത്. അതുകൊണ്ട് നമ്മുടെ ഖതീബ് ചോദിക്കുകയാണ്, വെള്ളിയാഴ്ച നമ്മളെ ഖതീബ് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? അന്ന് ഫാത്തിമ ബീവി കരഞ്ഞിട്ടുണ്ട്, അന്ന് ആയിഷ ബീവി കരഞ്ഞിട്ടുണ്ട്, അന്ന് ഹസൻ ഹുസൈൻ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉണ്ടാൻ പാടില്ല. വർത്താനം പറഞ്ഞാൽ പിഴച്ചു പോയി എന്നാണ് നിങ്ങൾ അവിടെ വാളം പിടിച്ച് പറയുന്നത്. അപ്പൊ ഖുത്ബയാണ് ഉണ്ടല്ലേ. എന്താ പറഞ്ഞത്? അന്ന് ഫാത്തിമ ബീവി കരഞ്ഞു, അന്ന് ആയിഷ ബീവി കരഞ്ഞു. ഹസൻ വൽ ഹുസൈൻ ബാക്കിയൈനി യാ ജദ്ദാ. ഹസൻ ഹുസൈൻ കരഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സുന്നിപ്പള്ളിക്ക് ഖുത്ബയാണ് കൂട്ടരെ, നമ്മളെ സുന്നിപ്പള്ളിക്ക് ഖുത്ബയാണ് കൂട്ടരെ. ഉസ്താദ് ചോദിക്കുകയാണ്, ആരാ കരയാതിരിക്കുക, ആർക്കാ ദുഃഖമില്ലാതിരിക്കുക, ആരാ വേദനിക്കാതിരിക്കുക? റബീഉൽ അവ്വൽ 12 വരുമ്പോൾ, റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ ആരാ കരയാതിരിക്കുക, ആരാ ദുഃഖിക്കാതിരിക്കുക, ആരാ വേദനിക്കാതിരിക്കുക എന്ന് സുന്നിപ്പള്ളിയിൽ നിന്ന് റബീഉൽ അവ്വൽ 11 ഖതീബോദി നെല്ലിക്കുത്ത് മുസ്ലിയാർ മാറ്റിമറിച്ചു ആ ഖുത്ബയെ. അതുകൊണ്ട് അതിലും വ്യക്തമാണ് ഇങ്ങനെ ഏർപ്പാടില്ല. അതുകൊണ്ട് ഫാക്കിഹാനി പറഞ്ഞ പോലെ ഒന്നുകിൽ ഹറാം അല്ലെങ്കിൽ കറാഹത്ത്. ശരി, അടുത്ത മൂപ്പന്റെ നാട്ടെ ഞങ്ങൾ താങ്കളൊരു കിതാബ് എടുത്ത കിതാബിന്റെ പേരെന്താണ്? അൽ മൗലിദു ഫിൽ കലാമി അലാ അമദിൽ മൗലിദ്. ആരുടെ? ഫാക്കിഹാനിയുടെ കിതാബ് അൽ മൗലിദു ഫിൽ കലാമി അലാ അമദിൽ മൗലിദ് എന്ന കിതാബാണ്. ഫാക്കിഹാനി ഇമാമിനെ ഹർഫൻ ബി ഹർഫ് ഞാൻ ഗണ്ഡിക്കുമെന്ന് പറഞ്ഞ സുയൂത്തി ഇമാമിന്റെ നിലപാടിനോട് എന്ത് പറയുന്നു? ഇല്ല. കാരണം നല്ല ചോദ്യം. ശരി, ഒരു ക്വസ്റ്റ്യൻ കൂടി. പിന്നെ താങ്കൾ പറഞ്ഞു അവർക്ക് അവർ അസ്ലുണ്ട് എന്ന് പറഞ്ഞു, എന്നിട്ട് പറഞ്ഞത് അഖീഖത്തിന്റെ ഒരു കാര്യം. പിന്നെ അതുപോലെ മറ്റൊരു അസ്ലാണ് മദീനയിൽ ചെന്നപ്പോ ആശുറന്റെ നോമ്പ് അനുഷ്ഠിച്ചിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് അസിലായി കണ്ട കാര്യം, അവര് അസിലായി ഈ ഹദീസിനെ കണ്ടെങ്കിൽ അത് അസിലല്ല എന്ന് പറയുന്നത് നിങ്ങളെയാണോ, അസിലാണെന്ന് പറയുന്ന അവരെയാണോ ഞങ്ങൾ സ്വീകരിക്കുന്നത്? അത് പറയാൻ കാരണം ന്യായമായ രണ്ട് ചോദ്യം ചോദിച്ചത്. രണ്ട് ചോദ്യം. ഒന്ന്, ഫാക്കിഹാനയുടെ ഈ ഇബാദത്തിന് അക്ഷരം പ്രതി ഞാൻ ഗണ്ണിക്കുമെന്ന് സുയൂത്തി പറഞ്ഞിട്ടുണ്ടോന്ന്? പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനത്തെ ഞാൻ കൊണ്ടുവരാം എന്നൊരു അക്ഷരം പ്രതി ഞാൻ ഗണ്ണിക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. എന്നിട്ട് കൊണ്ടുവരികയും ചെയ്തു. അൽ മൗലിദു ഫിൽ കലാമി അലാ അമദിൽ മൗലിദ് എന്ന കിതാബിൽ നിന്ന് സുയൂത്തി റഹ്മത്ത് എടുത്തു എന്തിന് ഗണ്ണിക്കാൻ. എന്താ ഗണ്ണിച്ചത്? സുയൂത്തി റഹ്മത്ത് പറയാണെന്ത്? ഈ പിന്നെ ഫാക്കിഹാനിക്ക് ഗണ്ണനം. ഫാക്കിഹാനി ആരംഭിച്ചത് ലാ അഅലമു, എനിക്കറിയില്ല, ലിഹാദൽ മൗലിദി, ഈ മൗലിദിൽ അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന, കിതാബിലോ സുന്നത്തിലോ അടിസ്ഥാനമുള്ളതായി എനിക്കറിയില്ല. അതിന് മറുപടി എന്താ അറിയോ? എനിക്കറിയില്ല എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് ഇല്ല എന്ന് വരൂലല്ലോ എന്നാ. അതാണ് മറുപടി. എനിക്കറിയില്ല എന്നല്ലേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ഇല്ല എന്ന് വരൂലല്ലോ. എന്നാ പിന്നെ ഉണ്ട് സ്ഥാപിക്കണ്ടേ? ഉണ്ട് സ്ഥാപിച്ചത് ഏതാ? ഈ അഖീഖത്തിന്റെ ഹദീസ്, ആശുറായിലെ ഹദീസ്. അത് അതിന് അപ്പുറത്ത് അല്ലാഹു റസൂലിനെ കേട്ട സ്വഹാബത്ത് മുതൽ അതുവരെയുള്ള മുൻഗാമികളാരും അതിൽ അങ്ങനെ മനസ്സിലാക്കിയില്ല. രണ്ട് പറഞ്ഞത് മാതൃകാ യോഗ്യരായ ഇമാമീങ്ങൾ ആരും ചെയ്തിട്ടില്ല. ഉമ്മത്തിലെ ഉലമാക്കൾ ആരും ചെയ്തിട്ടില്ല. അതിന് മറുപടി എന്താ? മുദഫർ രാജാവ് ആലിമായിരുന്നു. ആ ഖണ്ഡനമാണുള്ളത്. അതുകൊണ്ട് തന്നെ അത് സ്ഥിരപ്പെടുന്നില്ല. ഇനി മാത്രം ഒറ്റ നമ്മൾ വായിക്കാം. നിങ്ങൾ തന്നെ എഴുതിയത്
നിങ്ങൾ മുഅല്ലിം മാസിക, നിങ്ങൾ ഉളജൽ തറവാട് സമസ്ത, നിങ്ങൾ വികൃതരാണല്ലോ, തറവാട് സമസ്തക്കാർ എഴുതാം. ഇനി നമുക്ക് നബിദിനം ആഘോഷിക്കുന്നതിലേക്ക് മടങ്ങാം. നബി തിരുമേനിയുടെ കാലത്ത് ഏതെങ്കിലും പ്രവാചകന്റെയോ പുണ്യ പുരുഷന്റെയോ ജന്മദിനം കൊണ്ടാടുന്ന സമ്പ്രദായം നിലവിലില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് തിരുമേനി വ്യക്തമായി ഒന്നും ഉദ്ദേശിച്ചിട്ടുമില്ല. റസൂലുള്ളാഹിയുടെ കാലത്ത് അങ്ങനെ ഏർപ്പാടില്ല. അതുകൊണ്ട് നബിതങ്ങൾ അതേപ്പറ്റി വ്യക്തമായി നിർദ്ദേശിച്ചിട്ടുമില്ല എന്ന് അൽ മുഅല്ലിം മാസികയും പറയുന്നു. അപ്പൊ ഒന്ന് പറഞ്ഞെന്താണ്, ഗണ്ണിക്കുമെന്ന് പറഞ്ഞു, പക്ഷെ ഖണ്ഡനമായിട്ടില്ല. രണ്ട്, അസ്ലുണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ അഖീഖത്തിന്റെ ഹദീസും ആശുറായിന്റെ ഹദീസും നബിയിൽ നിന്ന് കേട്ടത് സ്വഹാബിമാർ, സ്വഹാബത്തിൽ കേട്ട താബിഉകൾ, താബിഇനെ കേട്ട താബിഉ താബിഇകൾ, എന്നിട്ട് അവരാരും മനസ്സിലാക്കിയിട്ടില്ല ഇത് നബിദിനം ആഘോഷിക്കാൻ തെളിവാണ്, ഇത് അതിനുള്ള സൂചനയാണ്, അതിന്റെ അസ്ലാണ് എന്ന് അവരാരും ഇത് മനസ്സിലാക്കിയിട്ടില്ല. എന്നതുകൊണ്ട് ആ സ്വഹാബത്തിന്റെ അസ്ലിലേക്ക്, താബിഇകൾ അസ്ലിലേക്ക്, തബിഉ താബിഇകൾ അസ്ലിലേക്ക്, ഉത്തമ തലമുറകൾ അസ്ലിലേക്ക് നമുക്ക് മടങ്ങാം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.